ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ബീട്രൂട്ട് ലിപ് ബാം ഉണ്ടാക്കുന്നതെന്ന് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ലിപ് ബാം ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ബീട്രൂട്ട്, ലെമൺ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കും. ഞാൻ എന്നേരായാലും ബീട്രൂട്ടിൻ്റെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് സിമ്പിളാട്ടോ. എന്താ പറയുക, നമ്മൾ ലിപ് ബാം പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കെമിക്കൽ എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്ത് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കണമാകുമ്പോൾ അതിൽ ഹോം റെമഡീസ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ബീട്രൂട്ട് ലിപ് ബാം ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം വേണം. കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. മാത്രമല്ല, ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണാം, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. എന്തായാലും നമുക്ക് ലിപ് ബാം ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ആദ്യം തന്നെ ബീട്രൂട്ടാണ് വേണ്ടത്. ബീട്രൂട്ടിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളെടുത്ത ആ ഭാഗത്ത് തൊലിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക, തൊലിയെല്ലാം കളയുക. എന്നിട്ട് ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലോട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക. എനിക്ക് മിക്സിയിലിട്ട് ചെയ്യണതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിരിക്കണം. അതല്ല ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യണതെന്ന് അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് ഇത് ആണ് എളുപ്പമായിട്ട് തോന്നിയത്. പിന്നെ ഈ ജ്യൂസ് എടുക്കുമ്പോഴേക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നിട്ടത് ഒരു പാത്രത്തിലിട്ട് അങ്ങനെ പാനിൽ എന്തെങ്കിലും ഇട്ട് നമുക്ക് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് വറ്റിക്കണം. നമുക്ക് 1/3 ഭാഗമായിട്ട് വേണം വറ്റിക്കാൻ. അതായത് അത്രത്തോളം എമൗണ്ട് കുറച്ച് വറ്റിക്കണം. കുറച്ചേ ഉണ്ടാവുള്ളൂ, വറ്റി കഴിയുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും ആഡ് ചെയ്ത്, ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാനത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബോട്ടിലെടുത്തിട്ട് നിങ്ങൾക്കിത് പ്രിസർവ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ അതെടുത്ത് അതിൽ കുറച്ച് ഹണി, ഗ്ലിസറിൻ ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഹണി ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഗ്ലിസറിൻ ആഡ് ചെയ്താൽ മാത്രം മതി. ഗ്ലിസറിൻ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. നിങ്ങളെല്ലാവരും ഒരു ഗ്ലിസറിൻ വാങ്ങിച്ച് വയ്ക്കുക. സ്കിൻ കെയറിന് നല്ലൊരു പ്രൊഡക്റ്റാണ്. മാത്രമല്ല ഗ്ലിസറിൻ നല്ല ഹെൽപ്ഫുള്ളാണ്. മുരിയൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഹെൽപ്പാണ്. അപ്പോൾ ഇത് ചെയ്യാം നിങ്ങൾ. എന്നിട്ട് അതിനുശേഷം ചെയ്യുക. ഈ ഒലിവ് ഓയിലും ഒലിവ് ഓയിൽ ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, അത് ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ടെയ്നറിൽ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് കണ്ടെയ്നറിലാണ് ഞാൻ ആ ഹണിയും പിന്നെന്താ പറയുക ബീട്രൂട്ട് ലിപ് ബാമാണിത്. കണ്ടോ, ഇത് റെഡി ആയി കഴിഞ്ഞു. ഗ്ലിസറിനും ആഡ് ചെയ്തത് ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. സിമ്പിളായിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിലൊരു ബഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ചപ്പോഴേക്കും ആ മൂടിയിലുള്ള കുറച്ച് ഇതിലായിട്ടുണ്ട് കേട്ടോ. നോക്ക്, ഡെയിലി ഒരു 3-4 ടൈംസ് എന്തായാലും ഇത് അപ്ലൈ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഇത് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കിന് പകരം ഇത് തന്നെ ഇടാവുന്നേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും. പിന്നെ എന്തെങ്കിലും അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ താഴെ ഇടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെമഡീസ് ആവശ്യമുണ്ടെങ്കിൽ അതും ചോദിക്കുക. എല്ലാം കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.